ഹലോ, അപ്പോൾ ഇന്ന് ഒരു ചെറിയ കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വീട്ടിൽ ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന ലൈറ്റർ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇത് വൃത്തിയാക്കാൻ എടുത്തപ്പോഴാണ് ശരി എന്നാൽ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മിക്ക ആൾക്കാരുടെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് ലൈറ്റർ വെള്ളമൊക്കെ ഉള്ള കൈ കൊണ്ടൊക്കെ എടുക്കുന്നുണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വൃത്തിയാക്കാനായിട്ട് ഒരു ചെറിയ കഷ്ണം പുളി എടുക്കുക. അപ്പോൾ ഇതിന് അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഗ്യാസ് ലൈറ്ററിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് വൃത്തിയാക്കാനായിട്ട് ഇച്ചിരി പാടാണ്. നനഞ്ഞ ഇതൊന്നും നമുക്ക് എടുത്ത് ചകിരി വെച്ചൊന്ന് തേച്ച് വൃത്തിയാക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഈ ഗ്യാസ് ലൈറ്റർ കത്താണ്ട് വരും. അപ്പോൾ നമ്മൾ ഈ തുരു പിടിച്ച ഏത് സാധനത്തിൻ്റെ മുകളിലും കുറച്ച് പുളി തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ലൈറ്റർ മാത്രമല്ല കേട്ടോ, നമുക്ക് ഇരുമ്പിൻ്റെ പാത്രങ്ങളും ചീനച്ചട്ടിയും അങ്ങനെയൊക്കെ ഉണ്ട്, ഈ കത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ പുളി ഉപയോഗിച്ച് വൃത്തിയാക്കാം. പാനൊക്കെ വൃത്തിയാക്കുന്നത് പുളി വെള്ളത്തിൽ ഈ പാന് വെച്ചാൽ ഇരുമ്പ് ചട്ടി മുക്കി വെക്കുക, ചീനച്ചട്ടി ആയാലും കത്തി ആയാലും. അപ്പോൾ ഇതിപ്പോൾ ഗ്യാസ് ലൈറ്റർ നമുക്ക് അങ്ങനെ വെള്ളത്തിലൊന്നും മുക്കി വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ പുളി എടുത്ത് ആ തുരുമ്പ് പിടിച്ച സാധനം ഉണ്ടല്ലോ അതിൻ്റെ മുകളിൽ മൊത്തം ഇങ്ങനെ ഉരച്ച് ഒരു 10-15 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ കിച്ചൺ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഇത് എടുത്തത്. അപ്പോൾ ഒരു 10-15 മിനിറ്റേ ഞാൻ വെച്ചുള്ളൂ കേട്ടോ. അതിന് ശേഷം നമ്മൾ ഒരു സ്പൂണോ കത്തിയോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അതിലുള്ള തുരുമ്പൊക്കെ ഇളകി വരും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ടില്ലേ നമ്മൾ അടുപ്പും സ്ലാബൊക്കെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാനിത് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയല്ല. ഓക്കെ, എന്നാലും ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ഓർത്തിട്ടാണ് ഞാനിത് വീഡിയോ ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ ആ തുരുമ്പൊക്കെ നമുക്ക് ഇളകി വരുന്ന കാണാൻ പറ്റും. ഈ കൈ ഇവിടെ ഈ ഒരു ഭാഗത്തും കൈ വെക്കുന്ന അവിടെയാണ്. അപ്പോൾ അവിടെയും കുറച്ച് തുരുമ്പുണ്ടായിരുന്നു, അവിടെയും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നനഞ്ഞ തുണി എടുത്തിട്ട്, കോട്ടൺ തുണി, നല്ല നനവ് അധികം പാടില്ല, പിഴിഞ്ഞെടുത്ത ശേഷം അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ള് നല്ല പോലെ ക്ലീനായി വരും. ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ടുള്ള ലൈറ്റർ ആണെങ്കിൽ നമുക്കൊരു അരമണിക്കൂറൊക്കെ വെക്കാം. ഇത് ഞാനൊരു ജസ്റ്റ് ഒരു 10-15 മിനിറ്റേ വെച്ചുള്ളൂ കേട്ടോ. അപ്പോൾ നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ വെട്ടിത്തിളങ്ങാന്നൊന്നും പറയാൻ പറ്റത്തില്ല, എങ്കിലും ആ തുരുമ്പൊക്കെ ഒന്ന് മാറി ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ തുരുമ്പ് പിടിച്ച ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ലൈറ്റർ കത്തിക്കുമ്പോഴേ ഒത്തിരി നേരം ഇങ്ങനെ അടിക്കേണ്ടി വരും. ഇത് അതൊന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ ചെറിയൊരു ടിപ്പ് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എല്ലാവരെയും കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.